രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയോടെയാണെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങളായിരുന്നുവെന്നും വിജയരാഘവൻ ആരോപിച്ചു. ഇവിടുന്ന് രണ്ടാൾ ജയിച്ചില്ലേ ഈ വയനാട്ടിൽ നിന്ന്? രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയിലാ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധിയോടോ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാമല്ലേ? അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ? ഇവിടെ പണ്ടൊക്കെ EMS മത്സരിക്കുമ്പോൾ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കേന്ദ്രമന്ത്രിമാർ പോയിട്ടുണ്ട്. സിപിഐഎം വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സുൽത്താൻ ബത്തേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ വിജയരാഘവൻ. ദീപക് മോഹൻ ചേരുന്നു നമുക്കൊപ്പം. ദീപക് മോഹൻ, വർഗീയ പരാമർശങ്ങൾ അടങ്ങുന്ന ഒരു പ്രസ്താവനയാണ്, അതും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എ വിജയരാഘവനെ പോലെ ഒരു വ്യക്തി നടത്തുന്നത്. എന്തായിരുന്നു പ്രകോപനം? സുജിയ പാർവതി, വയനാട് CPM ജില്ലാ സമ്മേളനത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് പ്രതിനിധി സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഉണ്ടായിട്ടുള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഡൽഹിയിലെത്തിയ രാഹുൽ ഗാന്ധി മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയോടെയാണ് വിജയിച്ച് ഡൽഹിയിലേക്ക് എത്തിയത് എന്നാണ് ആദ്യം അദ്ദേഹം വിവാദമായി പരാമർശിച്ച ഒരു കാര്യം. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങൾ ആയിരുന്നു എന്നുമുള്ള മറ്റൊരു വിവാദ പരാമർശവും ഈ വിജയരാഘവന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയത്. നേരത്തെ നമുക്കറിയാം, വയനാട് LDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ CPI-യുടെ സ്ഥാനാർത്ഥിയായി അനിരാജ് എത്തിയപ്പോഴും പിന്നീട് സത്യൻ മൊകേരി എത്തിയപ്പോഴും ഒക്കെ വലിയ തോതിൽ ശതമാനം കുറഞ്ഞത് LDF ക്യാമ്പിനെ ആശങ്കയിലായിത്തീരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തോതിൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്കും പിന്നീട് പ്രിയങ്ക ഗാന്ധിക്കും ലഭിച്ചിരുന്നു. പൊതുവെ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ട് ശതമാന ശരാശരി കണക്കുകൂട്ടലിൽ LDF പ്രതീക്ഷിച്ചത്ര വോട്ട് ഇത്തവണ നേടാനുമായില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു ജില്ലാ സമ്മേളനം സുൽത്താൻ ബത്തേരിയിൽ